ഉറുമ്പിന് പതിവായി ഭക്ഷണം നൽകുന്ന ഒരു അനുചരനോട് ആളുകൾ ചോദിച്ചു അത്രേ, എന്തിനാണ് താങ്കൾ ഉറുമ്പിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞു, അവ നമ്മുടെ അയൽവാസികളാണ്, അവക്കും നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട്, നാം അതിനോട് ബാധ്യത നിർവഹിക്കണം എന്നാണ് അദ്ദേഹം അവരോട് പ്രതികരിച്ചത്. ഒരു മനുഷ്യൻ, ദാഹാർത്ഥനായ ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കവേ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ദാഹിച്ച് വലഞ്ഞ ആ മനുഷ്യൻ വെള്ളം പരതുന്നു. അവസാനം ഒരു കിണർ കണ്ടെത്തി. പക്ഷേ ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള സൗകര്യം തൊട്ടിയും കയറും ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ കിണറിന്റെ പടിയിലൂടെ ഇറങ്ങി താഴെ ചെന്ന് വെള്ളം ആവോളം കുടിച്ചു, തന്റെ ദാഹം തീർത്തു. എന്നിട്ട് കരക്ക് കയറി വന്നു. ആ സമയത്തുണ്ട് ഒരു ദാഹാർത്ഥനായ നായ ഈ മനുഷ്യന്റെ ചാരത്ത് നിന്ന് നാവിട്ട് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. ഇദ്ദേഹം എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു. അവസാനം നായയോട് പറഞ്ഞു അത്രേ, നീ ഇവിടെ നിൽക്ക്, നിനക്ക് ഞാൻ വെള്ളം തരാമെന്ന്. ഈ മനുഷ്യൻ രണ്ടാമതും കിണറിലേക്ക് തപ്പിപ്പിടിച്ച് ഇറങ്ങി വന്നു. എന്നിട്ട് തന്റെ 2 പാദരക്ഷകളിൽ നിന്ന് ഷൂകൾ കൊണ്ട് വെള്ളം നിറച്ചു. അത് കടിച്ചു പിടിച്ച് പൊത്തിപ്പിടിച്ച് വീണ്ടും കരകയറി. എന്നിട്ട് നായക്ക് കുടിക്കുവാൻ പാകത്തിൽ തന്റെ ചെരുപ്പുകൾ, തന്റെ ഷൂ അദ്ദേഹം കാണിച്ചു കൊടുത്തു അത്രേ. ആർത്തിയോടെ ആ നായ വെള്ളം നക്കി നക്കി കുടിച്ചു. ഇത് കേട്ട പ്രവാചകൻ പറയുന്നു, ഈ മനുഷ്യൻ ഇതുവരെ ചെയ്ത പാപങ്ങൾ മുഴുവൻ പുറത്തിരിക്കുന്നു. ദൈവം ഇദ്ദേഹത്തിന് സ്വർഗത്തിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ആത്മാവിന് വഴി നടത്തുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേ പ്രവാചകൻ ഉദ്ധരിച്ച മറ്റൊരു ക്രൂരമായ ഒരു സ്ത്രീയുടെ സംഭവമുണ്ട്. തന്റെ വളർത്തു മൃഗമായ ഒരു പൂച്ചയുടെ സംഭവം. പൂച്ചക്ക് ദേഷ്യം പിടിച്ച സ്ത്രീ ഭക്ഷണം കൊടുക്കുകയോ അതിന് പുറത്തു വിടുകയോ ചെയ്തില്ലത്രേ. അതിനെ കെട്ടിയിട്ട് വീട്ടിൽ ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു. ഇത് കേട്ട ഇതറിഞ്ഞ പ്രവാചകൻ പറയുന്നു, ഈ സ്ത്രീ ക്രൂരയാണ്. ജീവികളോട് കരുണ കാണിക്കാത്ത ഈ സ്ത്രീയുടെ സങ്കേതം നരകമാണ് എന്ന്. നോക്കൂ, മനുഷ്യരോടെന്നല്ല ജന്തുജാലങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, അവരോട് ക്രൂരമായി പെരുമാറിയെങ്കിൽ തീർച്ചയായും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് സൂചന. അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ച് പറയുന്നത് അഗതികളുടെ മാതാവ് എന്നാണ്. നമുക്കറിയാം മദർ തെരേസയെ, കരുണയുമായി ലോകം മുഴുവൻ ഓടി നടന്നിരുന്ന ആ മഹതി തീർച്ചയായും നമുക്ക് മാതൃകയാണ്. മനുഷ്യരോട്, ജന്തുക്കളോട്, ജീവജാലങ്ങളോട്, സഹപ്രവർത്തകരോട്, തന്റെ കൂടപ്പിറപ്പുകളോട്, അയൽവാസികളോട്, ബന്ധുജനങ്ങളോട്, പരിചിതരോട്, അപരിചിതരോട് എല്ലാവരും കരുണാർദ്രമായ മനസ്സ് കാണിക്കണം എന്നാണ് വേദങ്ങൾ മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത്. യർമൂക്ക് യുദ്ധത്തിലെ ഒരു സംഭവം ഇങ്ങനെ ഉദ്ധരിക്കുന്നത് ചേതോഹരമാണ്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുക, യുദ്ധത്തിന്റെ മുറിവേറ്റ് ഒരു മനുഷ്യൻ, വിശ്വാസികളിൽ നിന്ന് ഒരു മനുഷ്യൻ പിടഞ്ഞു വീണു. ആ മനുഷ്യൻ ആർത്ത് വിളിച്ചു, വെള്ളം വെള്ളം എന്ന്. അദ്ദേഹത്തിന്റെ ഒരു അനുയായി, സഹപ്രവർത്തകൻ ഒരു ഗ്ലാസ് വെള്ളവുമായി ഇദ്ദേഹത്തെ സമീപിക്കുന്നു. അപ്പോഴുണ്ട് തൊട്ടടുത്ത് മറ്റൊരു മനുഷ്യൻ കുത്തേറ്റ് കിടന്ന് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്നു, വെള്ളം വെള്ളം എന്ന്. ഈ മനുഷ്യൻ ആ കിടക്കുന്ന രണ്ടാമത്തെ മനുഷ്യന് നേരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഈ വെള്ളം അയാൾക്ക് കൊടുക്കുക എന്ന്. ആ മനുഷ്യന്റെ അടുത്തേക്ക് വെള്ളം പാത്രവുമായി ഇദ്ദേഹം സമീപിച്ചപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു ദീനരോധനം വെള്ളത്തിനു വേണ്ടി തന്നെയാണ്. വെള്ളം ആവശ്യമുണ്ട് അദ്ദേഹത്തിനും. രണ്ടാമത്തെ ആളും വെള്ളവുമായി വന്ന മനുഷ്യനോട് പറയുന്നു, എന്നെക്കാൾ കൂടുതൽ ആവശ്യം അയാൾക്കാണ്, അയാൾക്ക് കൊടുക്കുക എന്ന്. ഈ മനുഷ്യൻ ഗ്ലാസ് വെള്ളവുമായി അദ്ദേഹത്തെ സമീപിക്കുന്നു. അപ്പോഴുണ്ട് ആ മനുഷ്യൻ കാലയവനികൾക്കുള്ളിൽ വെള്ളം കിട്ടാതെ ദാഹാർത്ഥനായി പിടഞ്ഞ് മരിക്കുന്ന രംഗം കണ്ടു ഇദ്ദേഹം. ഉടനെ രണ്ടാമത്തെ മനുഷ്യനെ സമീപിച്ച് അയാൾക്ക് വെള്ളം കൊടുക്കാമല്ലോ എന്ന് കരുതി വന്നപ്പോൾ പക്ഷേ ആ മനുഷ്യനും ദൈവത്തിന്റെ വിധിക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ പിന്നെ ആദ്യത്തെ മനുഷ്യനെ കുടിപ്പിക്കട്ടെ എന്ന് കരുതി അവിടെ വന്നപ്പോഴേക്കും ആ മനുഷ്യനും മരിച്ചു കഴിഞ്ഞു. നോക്കൂ, ഒരു മനുഷ്യൻ വെള്ളം കിട്ടാതെ ആർത്ത് നിലവിളിച്ചപ്പോൾ ലഭിച്ച വെള്ളം മരണചക്രത്തിൽ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കെ അവിടെ വെള്ളം കൊടുത്തപ്പോൾ തന്റെ സഹോദരനെ പരിഗണിക്കാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. അവിടെ നിന്ന് അതേ സഹോദരൻ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, മറ്റൊരു സഹോദരന് വേണ്ടി ആ വെള്ളം നീക്കിവെക്കാൻ ആവശ്യപ്പെടുന്നു. അവസാനം ആർക്കുമോർക്കുമില്ലാതെ ആ വെള്ളം വെറുതെ കളയേണ്ടി വന്നു. ഇവർ മുഴുവൻ വെള്ളമില്ലാതെ ദൈവത്തിന്റെ വിളിക്ക് കാതോർക്കുകയായിരുന്നു. തീർച്ചയായും
കരുണയുടെ നിതാന്ത ഒരു നല്ല ദർശനമാണ് ഈ യുദ്ധമുഖത്ത് പോലും നാം കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ള അനുചരന്മാരെയാണ് പ്രവാചകൻ മുഹമ്മദ് തിരുമേനി വാർത്തെടുത്തത് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പാഠം ഒരുപാടുണ്ട്. അക്രമവും അനീതിയും നിലനിൽക്കുന്ന ഇക്കാലത്ത്, കൊള്ളയും കൊള്ളിവെപ്പും മാത്രം പരിചയപ്പെട്ട ലോകത്ത്, മാതാപിതാക്കളോട് പോലും ക്രൂരത കാണിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ഇത്രമേൽ ചേതോഹരങ്ങളായ സംഭവങ്ങൾ ഉദ്ധരിക്കുന്ന പ്രവാചകന്റെയും അനുചരന്മാരുടെയും സംഭവങ്ങൾ തീർച്ചയായും വിശ്വാസികൾക്ക് പാഠമാണ്. ജാതി മതഭേദമന്യേ മനുഷ്യർക്കൊക്കെ ഉത്തമ നിദർശനമാണ് ഈ സംഭവങ്ങൾ. ആളുകളോട് ഈ ഭൂമിയിലെ ജീവിതം സുഗമമാവാൻ വേണ്ടി, ഇവിടെ കരുണയോടുകൂടി ജീവിക്കാൻ വേണ്ടിയുള്ള ശാസനകളാണ് ഈ ദൈവത്തിന്റെ ഈ സൂക്തങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച വചനം. ഭൂമിയിലുള്ളത് ആരുമാവട്ടെ അവരോട് നിങ്ങൾ കരുണ കാണിക്കണം. അവന് ജാതിമത വ്യത്യാസമില്ല. അവൻ മനുഷ്യനാണെങ്കിൽ അല്ല, ജീവനുള്ള ഏതൊരു പച്ചക്കരുണുള്ള ഏത് സൃഷ്ടിയാണെങ്കിലും അവരോട് കരുണ കാണിക്കണം എന്നാണ് പ്രവാചകന്റെ ശാസന. ദൈവത്തിന്റെ ഇത്തരം വേദവാക്യങ്ങൾ, ദൈവം പഠിപ്പിച്ച പ്രവാചകന്മാരുടെ വിശുദ്ധ വചനങ്ങൾ അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അത് പകർത്തിക്കൊണ്ടായിരിക്കണം തീർച്ചയായും നാം ഒക്കെ ജീവിക്കേണ്ടത് എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒത്തൊരുമയോടെ, കരുണയോടെ, സഹനത്തോടെ, ആളുകളോട് ക്ഷമയോടെ ജീവിക്കാൻ കഴിയണം. അപ്പോഴാണ് നാം ഒക്കെ മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് പരസ്പരം പോരടിക്കുന്ന, കണ്ടാൽ മിണ്ടാത്ത, അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടുമ്പോൾ സഹായിക്കാത്ത, കരുണ കാണിക്കേണ്ട രംഗത്ത് കരുണ കാണിക്കാത്ത മനുഷ്യൻ തീർച്ചയായും മൃഗങ്ങളെപ്പോലെയോ അതേക്കാൾ അധപ്പതിപ്പിച്ച ആളുകളെപ്പോലെയോ ആണ് ജീവിക്കുക. വേറൊരു സംഭവം പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രവാചകൻ മക്കയിൽ നിന്ന്, ജനിച്ച നാടിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മക്കയിലുള്ള ആളുകൾ മുഴുവൻ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത പ്രവാചകൻ അനുചരന്മാരും മദീനയിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ കൊടുമ്പിരിക്കൊണ്ട ഒരു വരൾച്ച ബാധിച്ചു. മഴയില്ലാത്ത, ജലമില്ലാത്ത, ഫലമില്ലാത്ത ഒരു പ്രദേശമായി മക്ക മാറി. ആ സമയത്ത് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ പ്രവാചകനെയും അനുചരന്മാരെയും ക്രൂരമായി കൊലക്ക് വിധേയമാക്കിയ, ക്രൂരമായി ശിക്ഷിച്ച, അറുകൊലക്ക് വിധേയമാക്കിയ ആളുകൾ മുഹമ്മദിനെ സമീപിച്ചുകൊണ്ട് സഹായത്തിന് ആവശ്യപ്പെടുന്നു. മുഹമ്മദിനോട് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ വിപത്തിന് വിധേയരാണ് ഞങ്ങൾ ദാഹാർത്തരാണ്, വെള്ളം കിട്ടുന്നില്ല, കൃഷിയൊക്കെ വരണ്ട് ഉണങ്ങിപ്പോയിരിക്കുന്നു, ഞങ്ങൾക്ക് സഹായം വേണം, താങ്കൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ പഴയ പക പ്രവാചകൻ പുറത്തെടുക്കുകയായിരുന്നില്ല. തന്നെ ശിക്ഷിച്ചവർക്ക് അതുതന്നെ വേണം എന്ന് സമാധാനിക്കുകയായിരുന്നില്ല അദ്ദേഹം. ഇത് കേൾക്കേണ്ട മാത്രയിൽ തന്റെ അനുചരന്മാരോട്, മദീനയിലുള്ള ആളുകളോട് മുഴുവൻ ഫലങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ശേഖരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ ശേഖരിച്ച ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ മക്കയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്തത്. എന്നിട്ട് അവരോട് തന്റെ സഹിഷ്ണുതയുടെ, തന്റെ കരുണയുടെ, തന്റെ കരുണാർദ്രമായ മനസ്സ് കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രവാചകൻ ഈ സംഭവത്തിലൂടെ. ഇതൊക്കെ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. ഈ സംഭവങ്ങൾ നമ്മെ തീർച്ചയായും ഇരുത്തി ചിന്തിപ്പിക്കുകയും മനുഷ്യരോട് കരുണയോട് പെരുമാറാൻ ഇവയൊക്കെ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്കൊക്കെ വിശ്വാസത്തിന്റെ ലാഞ്ചനയുണ്ട്, വിശ്വാസിയാണ് എന്ന് പറയാനുള്ള അർഹത പോലും ലഭിക്കുന്നുള്ളൂ. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.